പ്ലസ് ടു കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി, എന്താണ് ഡാനിയൽ സെല്ല്, എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഒരു നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഡാനിയൽ സെല്ലിനകത്ത് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നേൺസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഇക്വേഷനാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേൺസ്റ്റ് ഇക്വേഷൻ ഒരു ബാറ്ററിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പൊ ആ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT divided by NF log concentration of Ml plus divided by concentration of M. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് നേൺസ്റ്റ് ഇക്വേഷനകത്തുള്ള ഓരോ ടേംസും എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതിനകത്ത് ഈ ഇക്വേഷന് ആദ്യം വന്നിരിക്കുന്ന ടേമാണ് ഈ സെല്ല്. ഈ സെല്ല് എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്ററിയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ഈ സെല്ല്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ആണ് എന്ത് ഈ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലും E0 സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിനെന്തിനാണ് E0 സെൽ എന്താണെന്ന് ഞാൻ പറയാം. E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് E0 സെൽ എന്ന് പറഞ്ഞത്. അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ആ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ആ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, E0 സെല്ല് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ 1 ബാർ പ്രഷർ 1 മോളാർ കോൺസെൻട്രേഷൻ. ഈ പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കണ്ടീഷനാണ് നമ്മൾ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കണം, 298 കെൽവിൻ ആയിരിക്കണം. പ്രഷർ എത്രയായിരിക്കണം, 1 ബാർ പ്രഷർ ആയിരിക്കണം. കോൺസെൻട്രേഷൻ എത്രയായിരിക്കണം, 1 മോളാർ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അപ്പൊ ഇത്രയും ഒരു കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കണ്ടീഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ സെൽ എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഏത് പ്രഷർ ആയിക്കോട്ടെ, ഏത് കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ ഈ സെൽ എന്ന് വിളിക്കുന്നത്. E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ബാറ്ററി അല്ലെങ്കിൽ ആ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ടേമാണ് R. R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് 8.314 ജൂൾ K⁻⁻1 മോൾ (-1). അപ്പൊ ഇതാണ് ആറിന്റെ വാല്യൂ. അപ്പൊ ആറിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കുക. കാര്യം ഇത് നമുക്ക് കണക്കൊക്കെ ചെയ്യാൻ ആവശ്യം വരുന്നതാണ്. ആറിന്റെ വാല്യൂ ആണ് 8.314 ജൂൾ K⁻⁻1 മോൾ (-1). അടുത്ത ടേമാണ് ടെമ്പറേച്ചർ. അതാണ് ഇവിടെ T എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ടേമാണ് N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ എന്നാണ്. അതായത് ഇപ്പൊ ഒരു ഡാനിയൽ സെൽ എടുക്കുകയാണെങ്കിൽ ഡാനിയൽ സെല്ലിനകത്ത് സ്മോൾ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അത് എങ്ങനെയാ വന്നതെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഡാനിയൽ സെല്ലിനകത്ത് 2 റിയാക്ഷൻ ആണ് ഉള്ളത്. ആ റിയാക്ഷനകത്ത് ഒന്നാമത്തെ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Cu2+ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് Cu ആയിട്ട് മാറുകയും, അതേപോലെ തന്നെ Zn 2 ഇലക്ട്രോണിനെ ലോസ്റ്റ് ചെയ്തിട്ട് Zn2+ ആയിട്ട് മാറുന്ന ആ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. Cu2+ + 2 ഇലക്ട്രോൺ gives Cu and Zn gives Zn2+ + 2 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ റിയാക്ഷനകത്ത് Cu എന്ത് ചെയ്യാണ്, 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Cu ആയിട്ട് മാറി, അതായത് ഗെയിൻ ചെയ്ത്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് പറയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് എന്നും പറയാം. അതായത് Zn2+ഉം 2 ഇലക്ട്രോണുമായിട്ട് മാറുകയാണ്. അതായത് Zn 2 ഇലക്ട്രോണെ ലോസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റും എത്ര തന്നെ, 2 തന്നെ. അപ്പൊ ഈ N ഇവിടെ വന്നിരിക്കുന്ന ഈ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻ ചെയ്ത അല്ലെങ്കിൽ ലോസ്റ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണമാണ് സ്മോൾ n എന്ന് പറയുന്നത്. അപ്പം ഒരു ഡാനിയൽ സെല്ലിന്റെ കേസിൽ ആ സ്മോൾ n ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്.
ഇനി അടുത്ത ടൈമാണ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് M. അതെന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു ജനറൽ റിയാക്ഷൻ നമുക്ക് എഴുതുമ്പോൾ ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ ഒരു ജനറൽ റിയാക്ഷൻ എഴുതിയാൽ എങ്ങനെയിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. ഇതാണ് ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ ഒരു ജനറൽ റിയാക്ഷൻ. ജനറൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങനെ എഴുതാം? Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. അതായത് Cu2 പ്ലസ് Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. Cu2 പ്ലസ് Cu ആയി Mn പ്ലസ് M ആയി n ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ എഴുതുമ്പോൾ വരുന്ന ഈ Mn പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. അതായത് ഇപ്പോൾ ഡാനിയൽസന്റെ എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu എന്ന് എഴുതും. അതായത് ഈ റിയാക്ഷനകത്ത് നമ്മൾ എഴുതിയതാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M. അതായത് ജനറൽ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഏതൊരു റിയാക്ഷന് വേണ്ടി നമുക്ക് എഴുതുന്ന രീതിക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്ത ടൈമാണ് എഫ്. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഫാരഡേസ് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ഈ ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് 96,500 C mod raised to -1. അപ്പോൾ ഇതാണ് ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ 96,500 ആണ്. C mod raised to -1 ആണ് ഈ ഫാരഡേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പം എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്നും ആ നേൺസ്റ്റ് ഇക്വേഷനകത്ത് ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ സെൽ എന്ന് ചോദിച്ചാൽ ഒരു സെല്ലിന്റെ ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ അറ്റ് എനി ടെമ്പറേച്ചർ ഓർ അറ്റ് എനി കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഈ സെൽ എന്ന് വിളിക്കുന്നത്. E0 സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് പ്രഷർ, സ്റ്റാൻഡേർഡ് കോൺസെൻട്രേഷനിൽ ഒരു സെല്ലിന്റെ ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ നമ്മൾ E0 സെൽ എന്ന് പറയുന്നു. അതിനുശേഷം R എന്താണെന്ന് പറഞ്ഞു? R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 8.314. അതിനുശേഷം എന്താണ് T എന്ന് പറഞ്ഞു? T ആണ് ടെമ്പറേച്ചർ. അതിനുശേഷം എന്താണ് N എന്ന് പറഞ്ഞു? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ. അതിനുശേഷം നമ്മൾ എന്താണ് F എന്ന് പറഞ്ഞു? F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് M? അതായത് ഒരു ജനറൽ റിയാക്ഷൻ Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M എന്ന് പറയുന്ന റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസും കോൺസെൻട്രേഷൻ ഓഫ് M വന്നത്. ഇപ്പോൾ ഡാനിയൽ സെല്ലിന്റെ എഴുതുവാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu എന്ന് അതിനകത്ത് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേൺസ്റ്റ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിനകത്ത് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഡാനിയൽ സെല്ലിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ ഡാനിയൽ സെൽ. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനകത്ത് അപ്ലൈ ചെയ്യുന്ന നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പം നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു. ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ച സമയത്ത് പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. അതേപോലെ നമുക്ക് ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് എഴുതുമ്പോൾ E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്ന് എഴുതാം. E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ഡാനിയൽ സെല്ലിന്റെ അകത്ത് എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഡാനിയൽ സെല്ലിനകത്ത് 2 റിയാക്ഷൻ ഉണ്ട്. ആ 2 റിയാക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. നമ്മൾ Cu2 പ്ലസ് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Cu ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ Zn 2 ഇലക്ട്രോണെ ലോസ്റ്റ് ചെയ്തിട്ട് Zn2 പ്ലസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ 2 റിയാക്ഷൻ വെച്ചിട്ട് രണ്ടിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതായത് ഇവിടെ ഈ ഡാനിയൽ സെല്ലിനകത്ത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് Cu, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് Zn ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ ആണ്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഓരോന്നും സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഇനി നോക്കുക, ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഈ കോപ്പറിന്റെ ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ ആണ് ഈ കാഥോഡ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഈ കാഥോഡ് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? Cu2 പ്ലസ് എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറിയ ആ ഒരു റിയാക്ഷനാണ്
ഈ കാഥോഡിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ Cu2 പ്ലസ് ബാർ Cu എന്ന് എഴുതാം. അതായത് Cu2 പ്ലസ് Cu ആയിട്ട് മാറി. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ Cu2 പ്ലസ് ബാർ Cu ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? E0 Cu2 പ്ലസ് ബാർ Cu പ്ലസ് 2.303 RT divided by NF into log concentration of Cu2 plus divided by concentration of Cu. അതായത് നെക്സ്റ്റ് ഇക്വേഷൻ ആയിട്ടാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT divided by NF log Cu2 plus divided by Cu. അപ്പം ഈ Cu2 പ്ലസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഈ കാഥോഡിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ഈ ആനോഡിനുള്ള ഇക്വേഷൻ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ Zn2 പ്ലസ് ബാർ Zn, അതായത് ഡാനിയൽ സെല്ലിനകത്ത് Zn2 പ്ലസ് Zn ആയിട്ട് മാറുകയല്ല ചെയ്തത്, Zn2 പ്ലസ് ആയിട്ട് മാറുവാണ്. അപ്പോൾ Zn2 പ്ലസ് ആയിട്ട് മാറുന്ന ഓക്സിഡേഷൻ ആണ്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ Zn2 പ്ലസ് Zn ആയിട്ട് മാറി എന്ന രീതിക്ക് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഈ Zn2 പ്ലസ് ബാർ Zn ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? E0 Zn2 പ്ലസ് ബാർ Zn പ്ലസ് 2.303 RT ഡിവൈഡഡ് ബൈ NF log concentration of Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ concentration of Zn. അതായത് നെക്സ്റ്റ് ഇക്വേഷൻ ഇവിടുത്തെ ആനോഡിനകത്ത് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം ഈ Zn2 പ്ലസ് ബാർ Zn ഈസ് ഈക്വൽ ടു E0 Zn2 പ്ലസ് ബാർ Zn പ്ലസ് 2.303 RT ഡിവൈഡഡ് ബൈ NF log concentration of Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ concentration of Zn. ഇനി ഡാനിയൽ സെല്ലിനകത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ Cu2 പ്ലസ് Cu ആയിട്ട് മാറിയപ്പോൾ എത്ര ഇലക്ട്രോൺ ആണ് അക്സെപ്റ്റ് ചെയ്തത്? 2 ഇലക്ട്രോൺ ആണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ n ന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. n is equal to 2. അപ്പോൾ 2f എന്നാവും. അതേപോലെ തന്നെ Zn2 പ്ലസ് Zn ആയിട്ട് മാറിയപ്പോഴും 2 ഇലക്ട്രോൺ ആണ് അവിടെ അക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് n എന്ന് പറഞ്ഞ വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അക്സെപ്റ്റ് അല്ല, സോറി, ഗെയിൻ ചെയ്തത്. Zn2 പ്ലസ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്കറിയാം ഒരു ഡാനിയൽ സെല്ലിനകത്ത് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറിയത്? Cu ആയിട്ട് മാറിയത്. അപ്പോൾ 2 ഇലക്ട്രോണാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ n ന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുത്തിയാണ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുക n is equal to 2. അതുപോലെ തന്നെ Zn ന്റെ കേസിലും Zn2 പ്ലസ് Zn ആയിട്ട് മാറുമ്പോൾ 2 ഇലക്ട്രോൺ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡാനിയൽ സെല്ലിനകത്ത് നമ്മൾ Zn2 പ്ലസ് ആയിട്ട് മാറുക, അതായത് Zn2 പ്ലസ് ആയിട്ട് മാറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ Zn2 പ്ലസ് ആയിട്ട് മാറിയപ്പോൾ 2 ഇലക്ട്രോണാണ് ലോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെയാണെങ്കിലും നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റും എത്ര തന്നെ? 2 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ n ന് എത്ര കൊടുക്കുക? 2 കൊടുക്കുക. അപ്പം ആ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ Cu2 പ്ലസ് ബാർ Cu is equal to E0 Cu2 പ്ലസ് ബാർ Cu plus 2.303 RT divided by 2F log concentration of Cu2 plus divided by concentration of Cu. അതായത് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ച് ഈ Zn2 plus bar Zn is equal to E0 Zn2 plus bar Zn plus 2.303 RT divided by 2F log concentration of Zn2 plus divided by concentration of Zn. ഇനി അടുത്ത കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ കോൺസെൻട്രേഷൻ ഓഫ് Cu, അതായത് കോൺസെൻട്രേഷൻ ഓഫ് Zn 1 ആണ്. അത് നമ്മൾ യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഈ കോൺസെൻട്രേഷൻ ഓഫ് Cu 1 ആണ്, കോൺസെൻട്രേഷൻ ഓഫ് Zn 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ടേംസിനെ അവിടുന്ന് മാറ്റിയാലും കുഴപ്പമില്ല. അതായത് ഏതെങ്കിലും നമ്പർ ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അതേ നമ്പർ കിട്ടുന്നത് പോലെ നമുക്ക് ഇവിടെ ഈ കോൺസെൻട്രേഷൻ ഓഫ് Cu 1 ആയതുകൊണ്ട് ആ ഒരു ഫാക്ടർ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യും? അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാകും. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡും കിട്ടി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡും കിട്ടി. ഇനി ഈ സെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ സെൽ കണ്ടുപിടിക്കുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെല്ല്, ആ ഡാനിയൽ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സെൽ, ഡാനിയൽ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈ
0 Cu2 plus bar Cu plus 2.303 RT divided by 2F log concentration of Cu2 plus. അപ്പം ഈ കാർഡോട് എഴുതി, ഈ കാർഡോട് ഇനി അടുത്തത് മൈനസ് ഇലക്ട്രോഡ് ഈ Zn2 plus E0 Zn2 plus bar Zn plus 2.303 RT divided by 2F log concentration of Zn2 plus. അപ്പോൾ ഇത് രണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാണ്, ഈ കാർഡോടും ഈ ആനോടും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ E0 Cu2 plus bar Cu plus 2.303 RT divided by 2F log concentration of Cu2 plus മൈനസ് കൊടുത്ത് E0 Zn2 plus bar Zn plus 2.303 RT divided by 2F log concentration of Zn2 plus. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ E0 ഈ E0 തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? E0 Cu2 plus bar Cu മൈനസ് E0 Zn2 plus bar Zn. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതി. ഈ ഒരു ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. ഇനി അതേപോലെ തന്നെ ഈ പ്ലസ് 2.303 RT divided by 2F ഉം ഈ പ്ലസ് 2.303 RT divided by 2F എന്താണ്, ഒരു കോമൺ ഫാക്ടർ ആണ്. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് അതിനെ പുറത്തെടുത്ത് അപ്പം പ്ലസ് 2.303 RT divided by 2F പുറത്തെടുത്തതിന് ശേഷം പിന്നെ വരുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. അതായത് ഈ രണ്ട് ഫാക്ടർ E0 Cu2 plus bar Cuനെ E0 Zn2 plus bar Zn നമ്മൾ എന്ത് ചെയ്ത് ഒരുപോലെ എഴുതി, ഒരുമിച്ച് എഴുതി. വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും ഒരുമിച്ച് എഴുതി. അതിനുശേഷം പിന്നെ ഈ പ്ലസ് 2.303 RT divided by 2F രണ്ട് സൈഡിലും എന്താണ്, കോമൺ ആണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് എഴുതി. പിന്നെ ബാക്കി വരുന്ന ടേമാണ് ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ്. അതായത് ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ്. ഇനി ഈ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ അത് ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി എന്ന്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്ന് എഴുതാം. അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് എഴുതുന്നത് പോലെ നമുക്ക് ഈ ലോഗ് Cu2 പ്ലസ് മൈനസ് ലോഗ് Zn2 പ്ലസ് നമുക്ക് ലോഗ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ ലോഗ് Zn2 പ്ലസ് എന്ന് എഴുതാം. അതുപോലെ E0 സെൽ മൈനസ് E0 സെൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. E0 സെൽ ഈസ് ഈക്വൽ ടു എന്താണ്, ഈ കാഥോഡ് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണെന്ന് പറഞ്ഞു. അതായത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. അപ്പൊ ഈ ഒരു ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സെൽ എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ടേമിന് വരെ നമുക്ക് എന്ത് എഴുതാം? ഈ സെൽ എന്ന് എഴുതാം. അതുപോലെ ഈ ഒരു ടേമിന് വരെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് Cu2 പ്ലസ് ഡിവൈഡഡ് ബൈ Zn2 പ്ലസ് എന്ന് എഴുതാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഈ സെൽ ഈസ് ഈക്വൽ ടു ഇതിന് ഈ ഒരു ടേമിന് വരെ നമുക്ക് എങ്ങനെ എഴുതി? E0 സെല്ല് പ്ലസ് 2.303 RT ഡിവൈഡഡ് ബൈ 2F. അതങ്ങനെ ഇതിന് പകരം നമ്മൾ എഴുതി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡാനിയൽ സെല്ലിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നേഴ്സ്റ്റ് ഇക്വേഷൻ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഈ സെൽ ഡാനിയൽ സെല്ലിന്റെ കേസിൽ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 2.303 RT divided by 2F log concentration of Cu2 plus divided by concentration of Zn2 plus എന്ന് എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ആറിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അത് നമുക്കറിയാം. അതുപോലെ ഈ എഫിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അത് നമുക്കറിയാം. ഈ രണ്ട് വാല്യൂ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 cell plus
ഈ 2.303യും ഈ ആറിന്റെ വാല്യൂ കൂടി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ എഫിന്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.0591. പിന്നെ ബാക്കി വരുന്ന ടേം t ഡിവൈഡഡ് ബൈ 2 log concentration of Cu2 plus divided by concentration of Zn2 plus എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഡാനിയൽ സെല്ലിന്റെ ഡാനിയൽ സെല്ലിനകത്ത് അപ്ലൈ ചെയ്യുന്ന നെക്സ്റ്റ് ഇക്വേഷൻ ആണ്. E cell is equal to E0 cell plus 0.0591 t divided by 2 log concentration of Cu2 plus divided by concentration of Zn2 plus. അപ്പോൾ ഇത്രയാണ് ഡാനിയൽ സെല്ലിനകത്ത് നെക്സ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്.